ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് നെത്തോലി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാവേ. ഞാൻ ആദ്യമായിട്ടാണ് മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊക്കെ അമ്മയാണ് കഴുകി വൃത്തിയാക്കി തന്നെ. പിന്നെ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് അതും നമുക്ക് കുറച്ചേരം മാറ്റി വയ്ക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. അതിനായിട്ട് നമ്മുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 തക്കാളി അരിഞ്ഞിടണം. അതിനുശേഷം നമ്മുടെ ചെറുള്ളിയില്ലേ അത് കുറച്ച് അരിഞ്ഞിടണം. ഒരു 10-15 അല്ലി മതി. ചെറുള്ളി അരിഞ്ഞിടണം. പിന്നെ നമ്മുടെ ഇഞ്ചി അരിഞ്ഞിടുക. അതിനുശേഷം ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇടണം. പിന്നെ നമ്മുടെ പച്ചമുളക് 2 എണ്ണം. ഇത്ര ഇട്ടതിന് ശേഷം നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടെ കുറച്ചിടണം. കുറച്ച് മതി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളിത് അരയ്ക്കാം. നമുക്കപ്പം അരച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മളത് അരച്ചിട്ട് വന്നു. ഇനി നമുക്ക് ഇത് അതേ കണക്കെടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്തത് ഐറ്റം ചെയ്യാം. നമ്മുടെ മൺചട്ടി എടുക്കുക. മൺചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വൃത്തിയാക്കി വെച്ചില്ലേ നെത്തോലി, അതെടുത്തിടുക. എൻ്റെ അമ്മയാണ് കഴുകി വൃത്തിയാക്കിയത്, ഞാനല്ല. ഓക്കെ, അപ്പോൾ കഴുകി വൃത്തിയാക്കിയ നെത്തോലി നമ്മൾ അതിൽ വിതറി സെറ്റാക്കിയിടണം. ഇനി ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ അടുത്ത ഐറ്റംസ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ, പിന്നെന്താണ് നമ്മുടെ മല്ലിപ്പൊടി 1 സ്പൂൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മുടെ ഉപ്പ് അറിയാമല്ലോ, ഉപ്പ് ആയില്ലെങ്കിൽ നമുക്ക് കുറച്ച് വേവാറാകുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഉപ്പിടും. പിന്നെ നമ്മുടെ മാറ്റി വെച്ച് നമ്മുടെ മെയിൻ ഐറ്റം ഇല്ലേ അരപ്പ്, അതും കൂടെ എടുത്തിടുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച പുളിവെള്ളം അത് നല്ലോണം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല രീതിക്ക് എല്ലായിടത്തും വരുന്ന നമ്മൾ ഇട്ടേക്കണം മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം മൊത്തത്തിൽ പിടിക്കണമല്ലോ. മൊത്തത്തിൽ ഒന്ന് കൈ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഇതിന് നമുക്ക് നേരെ അടുപ്പിലോട്ട് കയറ്റാം ഗൈസ്. സോറി, ഒരെണ്ണം മറന്നുപോയി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിട്ടേക്കാം നമുക്ക് ഡെക്കറേഷനായിട്ട്. ഓക്കെ, ഇനി അത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് ആവില്ല കേട്ടോ, അത് പകുതി പറ്റണം. ഓക്കെ, ഈ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ വീട്ടി കൊടുക്കണം. അതിനുശേഷം വീണ്ടും അടച്ച് വയ്ക്കുക. ഞാൻ ആദ്യമായിട്ട് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി അമ്മയോടൊക്കെ ചോദിക്കണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഞാനൊരു യൂട്യൂബിൽ കണ്ട് ട്രൈ ചെയ്തതാണ്, ഒരു ചാനലിൽ കണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. പിന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.